ദേവലക്ഷ്മി എഴുതിയ ഈ കഥക്ക് ഒരു അവസാന ഭാഗം എല്ലാവരും പറഞ്ഞിരുന്നു. ഒത്തിരി പേര് രണ്ടാം ഭാഗം വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ദേവലക്ഷ്മി എഴുതിയ അവസാന ഭാഗമാണിന്ന്. കഥയിലേക്ക്. അപ്പൊ എങ്ങനെയാ ദേവാ കാര്യങ്ങള്? നമുക്കിതങ്ങ് ഉറപ്പിക്കാലോ അല്ലേ? ഹരിയുടെ അച്ഛൻ മാധവൻ ശങ്കർദേവിനെ അനിതയും ലക്ഷ്മിയൊക്കെ മാറി മാറി നോക്കി. അത് പിന്നെ പറയാനുണ്ടോ മാധവേട്ട, ഞാൻ എത്ര കാലം ഈ പെണ്ണിന് വേണ്ടി ഓരോ പയ്യന്മാരെ നോക്കുന്നെന്നറിയോ? ഒരെണ്ണം അവള് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ജാതകം ചേരില്ല. ഇതിപ്പോ അങ്ങനെ ഒരു തടസ്സവും ഇല്ല. ഞാൻ രണ്ടുപേരുടെയും ജാതകം നോക്കാൻ ഭാസ്കര പണിക്കരോട് പറഞ്ഞിരുന്നേ. ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടും അങ്ങേരെ വിളിച്ച് കാര്യവും പറഞ്ഞു. 10-9 പൊരുത്തമുണ്ട്. പിന്നെ എന്ത് നോക്കാനാ? ഇതെങ്ങനെയെങ്കിലും നടന്നാ മതി. മനുഷ്യൻ കുറെ ആയി ഊണുറക്കം കളഞ്ഞ് ഇതിന് പുറകെ നടക്കുന്നു. ഇനിയെങ്കിലും എനിക്കൊന്ന് സമാധാനത്തോടെ ഇരിക്കണം. ലക്ഷ്മിയാണ് അത് അത്രയും പറഞ്ഞ്. മാധവന് രുക്മിണി അത്ഭുതത്തോടെ അവരെ നോക്കി. നോക്കണ്ട, അവളും കുഞ്ഞും തമ്മിൽ ഇരിപ്പോശ അങ്ങനെയാണ്. എന്നാ പിന്നെ അധികം വൈകാതെ ഒരു നിശ്ചയം നടത്തിയാലോ? ശങ്കർദേവ് മാധവൻ നോക്കി. എടോ നിശ്ചയം അത് പിന്നെ... മാധവൻ പരിങ്ങലോടെ ഭാര്യയെ നോക്കി. അവർ കണ്ണുകളടച്ച് അയാളെ സമാധാനിപ്പിച്ചു. എന്താ രുക്മിണി, എന്താണെങ്കിലും പറയൂ. അനിതയാണ്. അത് പിന്നെ അഞ്ചുമോളുടെ അച്ഛ, ആ ചെക്കനൊരു പ്രത്യേക സ്വഭാവം. കല്യാണം നിശ്ചയമൊന്നും വലിയ രീതിയിൽ ആഡംബരാക്കി നടത്താനൊന്നും അവന് താല്പര്യമില്ല. നിശ്ചയം തന്നെ വേണ്ടെന്നാവൻ പറയുന്നു. നേരിട്ട് കല്യാണം നടത്തിയ ചെലവ് കുറയല്ലോ എന്ന്. പോലീസ് ആയതുകൊണ്ടാവും രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടാലും അവന് സന്തോഷമായിരിക്കും. ഇതും പറഞ്ഞ ഞങ്ങൾ മിക്ക ദിവസങ്ങളും വീട്ടിൽ പോരി നടത്തുന്നത്. അത് കൊള്ളാലോ. ഇവിടെ എത്തിയില്ലേ, ആൾക്കും വലിയ ആളും ബഹളമൊന്നും അത്ര താല്പര്യമില്ല. ഹരിത ചിരിയോടെ പറഞ്ഞു. എന്നാ പിന്നെ ഏറ്റവും നല്ല മുഹൂർത്തം നോക്കി വിവാഹം തന്നെ നടത്തിയേക്കാം. മോതിരം അന്ന് മാറിയാൽ മതിയല്ലോ. രണ്ടിനും വിവാഹപ്രായതുകൊണ്ട് നിശ്ചയം നടത്തി സമയം വെറുതെ കളയണ്ട. ലക്ഷ്മി തന്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി. എന്നാ പിന്നെ അതാ നല്ലത്. ലച്ചു പറഞ്ഞ പോലെ വിവാഹത്തിന്റെ ഡേറ്റ് നോക്കാം. ഇതിനിടയിൽ പോക്കുവരവുകളൊക്കെ നടത്താം അല്ലേ? ശങ്കർദേവ് എല്ലാവരെയും നോക്കി. എല്ലാവരും അത് ശരിവെക്കുന്ന പോലെ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ചർച്ചകൾ അങ്ങനെ പുരോഗമിച്ചു. അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ? ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എവർഗ്രീൻ പ്ലാന്റിന്റെ ചോട്ടിൽ നിൽക്കുകയാണ് പോലീസും ബാങ്ക് ഉദ്യോഗസ്ഥയും. ഫ്രണ്ട്സ് ഫോർ എവറിലെ അന്ത്യവാസികളും കളവഴിഞ്ഞു കൊടുത്തിരുന്നു. അത് സാറ് പറയുന്ന പോലെ അഞ്ചു ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്താ വിളിച്ചത്? സാറെന്നോ? കൊള്ളാലോ. അതിന് തന്നെയാണ് ഏതെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഹരി കുസൃതിയോടെ അവളെ നോക്കി. ഗീതു വിരലുകൾ തമ്മിൽ കൂട്ടുകയും അഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതല്ല, ഞാൻ പിന്നെ എന്താണെന്ന് അറിയാതെ. അല്ല, പോലീസാണല്ലോ, അതുകൊണ്ട് സാറെന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ? അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി. നോ, ഒരു തെറ്റുമില്ല. പക്ഷെ എന്റെ പെണ്ണിനെ സാറെന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അവന്റെ മിഴികളിൽ തിളങ്ങുന്ന പ്രണയത്തിന്റെ കുസൃതി അവളുടെ ഉള്ളം വിയർത്തു. എന്റെ ദൈവമേ, ഇങ്ങനെ മിനിറ്റുകൾ കൊണ്ട് വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് സ്വപ്നമൊന്നും അല്ലാലോ അല്ലേ? അല്ല, ഇനി എനിക്ക് വല്ല ഭ്രാന്തും ആയതാണോ? ഭ്രാന്ത് അതല്പം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ പണിക്ക് നിൽക്കുമോ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങേറ്റ ഇടികൊണ്ട് ചാവാനായിരിക്കും എന്റെ വിധി. പക്ഷെ പറഞ്ഞു കേട്ടത് ഇപ്പൊ കൺമുമ്പിലുള്ളൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്റെ മഹാദേവ. അഞ്ജുവിന്റെ മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങൾ കണ്ട് ഹരിയുടെ ചുണ്ടുകൾ വീണ്ടും ചിരിയോടെ വിടർന്നു. എന്താണ് ബോധി? കാര്യമുള്ള ആലോചനയിലാണല്ലോ. ഒന്നും ആലോചിച്ചില്ല. ഞാനിവിടെ ഹാഫ് ഡേ ലീവ് എടുത്ത് നിൽക്കേണ്ടി വന്നു. ഇനി കുഞ്ഞിത്തല വെച്ച് എന്നെ ബുദ്ധിമുട്ടിലാക്കരുത്. അല്ല, ഇനിയിപ്പോ ഫോട്ടോ എടുത്ത പോസിൽ വല്ല ചേഞ്ച് വരുത്തണം, അതാണ് ആലോചിച്ചത്. അയ്യോ അതല്ല സർ. എന്തോന്ന്? ഹരി കണ്ണുകൾ കൂർപ്പിച്ച് അവളെ നോക്കി. അത് പിന്നെ സർ. അഞ്ചു വാക്കുകൾ പതറി അവനെ നോക്കി. ഓഹോ, അപ്പൊ കുഞ്ഞുവിന് അനുസരണശീലം കുറച്ച് കുറവാണല്ലേ? അവൻ അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നു. അവന്റെ ഇളം ചൂടാർന്ന നിശ്വാസം അവളുടെ നെറ്റിയിൽ പതിച്ചു. ഹൃദയധമനികൾ ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് അവൾക്ക് തോന്നി. വിരൽ തുമ്പ് പോലും വിറച്ചു. ചെന്നിയിൽ നിന്നൊരു നേർത്ത ചാൽ ഒഴുകി തുടങ്ങി. ഹരിയുടെ കണ്ണുകൾ അവളുടെ മുഖത്താകമാനം പരതി നടന്നു. അവളുടെ കൃഷ്ണമണിയുടെ നിലതെറ്റാതെയുള്ള സഞ്ചാരം. ചുണ്ടുകളും മൂക്കിൻ തുമ്പ് ഒരുപോലെ ചുവന്ന് വിറക്കുന്നുണ്ട്. അവൻ മുഷ്ടിയുരുട്ടി സ്വയം നിയന്ത്രണം വിട്ട മനസ്സിനെ കൈപ്പിടിയിലൊതുക്കി. കുഞ്ഞു, അവന്റെ വിളിയൊച്ച അവളിലൊരു നേർത്ത തേങ്ങൽ പോലെ. കുഞ്ഞു. മിഴികൾ ഉയർത്തി അവൾ നോക്കിയത് അവന്റെ കണ്ണിലേക്ക് തന്നെയായിരുന്നു. ഒരു കടലോളം തിരകളുണ്ട് ആ കണ്ണിൽ. അനുസരണ പഠിപ്പിക്കേണ്ടി വരുമോ? പിന്നെ അത് പിന്നെ. വാക്കുകൾ കിട്ടാതെ അവൾ വീണ്ടും പതറി. ഏത്? അല്ല, ഞാനെന്താ വിളിക്കേണ്ടെന്നറിയാതെ. അവളുടെ വിറയിൽ അവനിൽ കൗതുകം ജനിപ്പിച്ചു. അറിയില്ലേ? അത് പിന്നെ ഹരിയേട്ടൻ. അവളെങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അവന്റെ കണ്ണുകൾ വിടർന്നു. ഓഹോ, അപ്പൊ അറിയാൻ കുഞ്ഞുവിന്. എന്നിട്ടാണ് സാറേ സാറേന്ന് വിളിച്ച് എന്നെ കളിയാക്കിയതല്ലേ? അവന്റെ മൃദുവായ സ്വരം അവൾ ഒന്നുകൂടി പുറകിലേക്ക് ചൂടുകൾ വെച്ചു. എവർഗ്രീൻ പ്ലാനിന്റെ ചട്ടിയിൽ തട്ടി പുറകോട്ടാഞ്ഞതും ഹരി ഇടുപ്പിൽ കൂടി അവളെ ചേർത്തു പിടിച്ചു. അവന്റെ ഷർട്ടിലായി അവളുടെ കൈകൾ അമർന്നു. കണ്ണുകൾ ഇറുക്കി നിശ്ചലയായി നിന്നുപോയി അഞ്ചു. ഇടുപ്പിൽ ചേർന്ന അവന്റെ ബലിഷ്ഠമായ കരം അവനൊന്നുകൂടി മുറുക്കി.
എന്റെ കുഞ്ഞു ഇപ്പൊ വീണന് എന്തോ ഒരു വെപ്രാളം. അവൻ പറഞ്ഞതിന് ശേഷം അവളുടെ മിഴികൾ അടഞ്ഞു തന്നെ ഇരുന്നു. ആ മിഴികളിലേക്ക് നോക്കി അവൻ മെല്ലെ ഊതി. മിഴിത്തുമ്മിൽ പതിക്കുന്ന ശ്വാസക്കാറ്റേറ്റ് അവൾ കൈകൾ ഒന്നുകൂടി അവനിലേക്ക് ചേർത്തു. കുഞ്ഞു, എന്റെ മഹാദേവ, എനിക്കിതെന്താണ് സംഭവിക്കുന്നത്? അങ്ങയുടെ നെഞ്ചത്തോട്ട് കയറാതെ മാറി നിൽക്കേണ്ട അഞ്ചു. നീ എന്താ ആണുങ്ങളെ കണ്ടിട്ടില്ലേ? അവിടെ ഒരു വീഴാൻ പോക്ക്. സത്യം പറയടി, നീ മനഃപൂർവ്വം ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുന്നല്ലേ? എൻ്റെ ഈശ്വരാ, ഉള്ള മാനിപ്പോ കപ്പൽ കയറി ഉഗാണ്ടൊക്കെ പോവല്ലോ. ഒന്ന് മാറടി പുല്ല്. അവൾ മണം പിടിച്ച് നിൽക്കുന്നുണ്ടില്ലേ? ശവം. മക്കളെ, ഇതെല്ലാം നമ്മുടെ അഞ്ചുവിന്റെ ആത്മയാണ് കേട്ടോ. കുഞ്ഞു, അവന്റെ വിളി അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നു. അവൾ ഞെട്ടലോടെ കൈകൾ വിടർത്തി. പക്ഷെ അവന്റെ പിടി അല്പം പോലും അയഞ്ഞിരുന്നില്ല. സർ. അവന്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു. സോറി. ഹരിയേട്ടാ, എനിക്ക് നിനക്ക് അല്ല, ഒന്ന് വിടൂ പ്ലീസ്. അവൾ ദയനീയ ഭാഗത്തിൽ അവനെ നോക്കി. അവൻ കുസൃതി ചിരിയോടെ അവളെ തന്നിൽ നിന്ന് മോചിപ്പിച്ച് പുറകിലേക്ക് 2 ചുവടുകൾ വെച്ച് നീങ്ങി നിന്നു. അവൾ ദീർഘമായി ഒന്ന് ശ്വാസം എടുത്തു. അപ്പൊ മിസ്സിസ് അഞ്ജലി ഹരിഗോവിന്ദാവൻ തയ്യാറായിക്കോളൂ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവൾ നാണു നിറഞ്ഞ പുൻചിരിയോടെ തലകുലുക്കി. ഇരുവരും തെളിഞ്ഞ മുഖത്തോടെ ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരുടെയും മുഖം വിടർന്നു. അനിത ശങ്കർദേവിനെ നോക്കിയപ്പോൾ ആ മുഖവും പുഞ്ചിരിച്ച് നിൽക്കുന്ന കണ്ടു. കുഞ്ഞു, ആ പൂട്ട് ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് അഞ്ജുവിന് നേരെ കൈകൾ നീട്ടി. അഞ്ജുവിനെ വാരിയെടുത്തു. അഞ്ജുവിന്റെ കയ്യിലിരുന്ന് ആ പൂട്ട് അഞ്ജുവിനെ എടുത്ത് നിൽക്കുന്ന ഹരിയെ സൂക്ഷിച്ച് നോക്കി. എന്തോ പിടികിട്ടിയതുപോലെ അവൻ അഞ്ജുവിന്റെ മുഖത്തേക്ക് തോണ്ടി. കുഞ്ഞു, ഉമ്മ വെച്ചു. ആ പൂട്ട് ഹരിയെ നോക്കി അഞ്ജുവിന്റെ കവളിൽ കൈ ചേർത്ത് അവളോട് പറഞ്ഞു. അഞ്ജു ഉടലോടെ സ്വർഗത്തിൽ ചെന്ന അവസ്ഥയിലായി പോയി. അവൾ വിറയലോടെ ഹരിയെ നോക്കി. അവിടെ മാറ്റമില്ലാതെ പുഞ്ചിരി കളിയാടുന്നുണ്ടായിരുന്നു. ഈശ്വര, ഇവൻ വീണ്ടും എന്നെ ഈ കുരുപ്പിനും മതിയായില്ലേ പടച്ചോനെ. വീണ്ടും നാറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക കുട്ടി ഭൂതം. കുഞ്ഞു, ഉമ്മ. ആ പൂട്ട നിർത്താൻ യാതൊരു ഉദ്ദേശമില്ലാതെ തുടർന്നു. എന്റെ അപ്പൂട്ട ഒന്ന് നിർത്തണം. നിനക്ക് ഉമ്മ വേണമെങ്കിൽ പറഞ്ഞാൽ പോരെ, ഞാൻ എത്ര വേണമെങ്കിലും തരില്ലേ? ആൾ അപ്പുവിനെ കണ്ണുരുട്ടി നോക്കി. ഹാരിമെല്ലെ മറ്റാരുടെയും ശ്രദ്ധ പതിയാത്ത സമയം അവളുടെ ചെവിയോരത്തേക്ക് മുഖമടുപ്പിച്ചു. ഉമ്മയൊക്കെ കിട്ടി ബോധിച്ചു എന്ന് പറയേണ്ട കുഞ്ഞളിയനൊന്ന് സന്തോഷിക്കട്ടെ. അഞ്ചു അവന്റെ ശബ്ദം നൽകിയ ആലസ്യതയോടെ തല വെട്ടിച്ചു. പിന്നെ മിഴിഞ്ഞ കണ്ണോട് അവനെ നോക്കി. എന്ത് അളിയനോ? പിന്നില്ലാതെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ആങ്ങളെ അളിയാന്നല്ലേ വിളിക്കുക. അതല്ലേ നാട്ടു നടപ്പ്. എന്റെ ഈശ്വര, ഇങ്ങനത്തെ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? എങ്ങനെ നടന്ന മനുഷ്യനാ? വീട് വിറപ്പിച്ച്, നാട് വിറപ്പിച്ച്, ലോകം തന്നെ വിറപ്പിച്ച്. എന്റെ ഈശ്വര, ഇപ്പൊ കണ്ടില്ലേ, പഞ്ചാര കുഞ്ചുമായിട്ട് അഴിഞ്ഞാടുക. ഈ കുഞ്ഞിനെയാണ് അളിയാന്ന് വിളിച്ച്? ആളവനെ ചോദ്യഭാഗത്തിൽ നോക്കി. ചേടാ, അതിനിപ്പോ എന്താ? അല്ലെങ്കിലും അവൻ കുഞ്ഞായത് എന്റെ കുറ്റാണ്. എന്റെ കുഞ്ഞു. അയ്യേ, ഇയാളെന്തൊക്കെയാ പറയുന്നേ? ഇങ്ങനെ പോലീസ് തന്നെയാണോ? പോലീസാണെന്ന് സംശയമുണ്ടോ കുഞ്ഞു? ആളുടെ മനസ്സ് വായിച്ച പോലെ ഹരി ചോദിച്ചു. ആൾ ഒറ്റ ചുമൽ കൂച്ചി കാണിച്ചു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാതെയാവാ, മാധവൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ആയിക്കോട്ടെ, എന്നെല്ലാം പറഞ്ഞ പോലെ ഇനി വൈകിക്കേണ്ട. ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ വിവാഹം നടത്തിയേക്കാം. ശങ്കർദേവൻ കൂടെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അത് കേട്ടെന്ന് ഹരിയും അഞ്ജുവും പരസ്പരം നോക്കി. ഈ പെണ്ണ് വരുന്നില്ലേ ആവോ? രുക്മിണി അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ ഒരു കൂട്ടുകാരെല്ലാവരും ഇല്ലേ? പ്രിയമോള് വന്നോളൂ, അനിത മറുപടി അറിഞ്ഞു. നീ ഇറങ്ങുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? ലക്ഷ്മിയെ നോക്കി രുക്മിണി ചോദിച്ചു. ഇല്ലടോ, ഞാനും പ്രിയമോളും ഒന്നിച്ചു വരാം, ലക്ഷ്മി ചിരിയോടെ പറഞ്ഞു. രുക്മിണി അഞ്ജുവിനടുത്തേക്ക് ചെന്നു. അവളുടെ കയ്യിലിരുന്ന അപ്പൂട്ടന്റെ കവളിലൊന്ന് തലോടി ഓമനിപ്പിച്ചു. മോളെ, അമ്മ ഇറങ്ങട്ടെ. എൻ്റെ മോള് നല്ല മിടിക്കായിരിക്കണം. ഒത്തിരി സന്തോഷമായി അമ്മയ്ക്ക്. ഇത്ര നാളും ഇങ്ങനെ ഒരു ചിന്ത വരാതെ പോയിന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വീടിന്റെ മഹാലക്ഷ്മിയായിട്ട് എത്രയും വേഗം അങ്ങോട്ട് വരണം കേട്ടോ. അവർ നിറഞ്ഞ ചിരിയോടെ അഞ്ജുവിന്റെ മുടിയിൽ തലോടി. അഞ്ജു നിറഞ്ഞു പുഞ്ചിരിച്ചു. പിന്നെ താമസിയാതെ അവരിറങ്ങാൻ തയ്യാറായി. എല്ലാവരും മുന്നിൽ നടന്നു. ഒപ്പം നടക്കാൻ പോയ അഞ്ജുവിന്റെ കൈമുട്ടിൽ പിടിച്ച് ഹരി അവളെ നിർത്തി. കുഞ്ഞു, എങ്ങോട്ടോ? അത് പിന്നെ എല്ലാവരെയും യാത്രയാക്കാൻ. ഓഹോ, എല്ലാവരെയും യാത്രയാക്കുമ്പോ എന്നെ നീ മറന്നുപോയോ? അല്ല, അത് പിന്നെ. അവൾ വാക്കുകളിടറി നിന്നു. ദേ പിന്നെയും വിക്ക് തുടങ്ങി. കുഞ്ഞു, പോലീസ് മുറ പ്രയോഗിക്കേണ്ടി വരുമോ? അവളതിനെ കൂർപ്പിച്ച് നോക്കി. ഓ, വിറയല് മാത്രമല്ല, അത്യാവശ്യം കുരുത്തക്കേടും കയ്യിലുണ്ടല്ലേ. ശരിയായിക്കോളാം, അപ്പൊ പോട്ടെ. ഹരിയുടെ ചോദ്യത്തിന് അവൾ തലയാട്ടി. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഹരി അഞ്ജുവിനോട് ചേർന്ന് അവളുടെ കയ്യിലിരിക്കുന്ന അപ്പൂട്ടനെ നെറുകയിലൊന്ന് മുത്തി. പിന്നെ അവന്റെ കുഞ്ഞിക്കവിളിലും ചുണ്ടുകൾ അമർത്തി. പിന്നെ യാതൊരു മടിയും കൂടാതെ അഞ്ജുവിന്റെ കവിളോരം ഒരു മുത്തം വെച്ചു. ഞെട്ടലോടെ അവൾ ചുറ്റും നോക്കി. സുഭാഷ്, അതാ നിൽക്കുന്ന മുറ്റത്ത് കുറേയേറെ മൈനകൾ. ഈശ്വര, മൈനകളും മാടത്തത്തകളും എല്ലാം കൂടി എന്നെ വറുത്ത് കോരും. അമ്മേ ദേവി സീതാ മാതാവേ, അവിടുന്ന് എങ്ങനെയാണ് ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്ത് നമുക്കതൊന്ന് പറഞ്ഞു തന്നാലും. ഇനിയിപ്പോൾ ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. അഞ്ജു ദയനീയ ഭാവത്തിൽ ഹരിയെ നോക്കി.
എവിടെ? അവിടെ യാതൊരു കൂസലുമില്ല. അല്ലെങ്കിൽ ഈ നരന്ത് പിള്ളേരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പോലീസിന്. മഹാദേവ, ഇങ്ങനെന്താ ഉമ്മച്ചിന് പഠിക്കുകയാണോ? അവളുടെ നോട്ടം കണ്ട് എന്താണെന്ന അർത്ഥത്തിൽ ഹരി പുരികൻ ചുളുക്കി. അവളൊന്നും മിണ്ടാതെ ദൃഷ്ടി പുറകിലേക്ക് പതിപ്പിച്ചു. അതേ പിന്തുടർന്ന് നോക്കിയ ഹരി കാണുന്നത് അഞ്ജുവിന്റെ വാനരപ്പടയായിരുന്നു. കണ്ണും പൊത്തി വായും പൊത്തി നിൽക്കുകയാണ് പെൺപടകൾ. യാതൊരു ഭാവവ്യത്യാസമില്ലാതെ ഹരി അവരെ നോക്കി കൈപൊക്കി. എന്നാ ശരി, ഞാനങ്ങോട്ട് ഇറങ്ങുക. കാണണം. അതും പറഞ്ഞ് ചെറിയോടെ അഞ്ജുവിനെ നോക്കി കണ്ണിറിക്കാവും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അഞ്ജു എങ്ങോട്ട് ഓടണമെന്നറിയാതെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ദേ പെണ്ണെ, ഓടാനാണ് ഉദ്ദേശിക്കുന്നത്, നീ ഒന്നോർത്തോ. എവിടെയാണെങ്കിൽ ഞങ്ങൾ പിടിക്കും. എണ്ണത്തിൽ കൂടുതൽ ഞങ്ങളാണെന്ന് മറക്കേണ്ട. ഹിമ വിളിച്ചു പോയി. എന്നിട്ടും അഞ്ജു അടുക്കളയിലേക്ക് പോവാനഞ്ഞതോ. സ്റ്റാച്യു സന ഉറക്കെ പറഞ്ഞു. പാവം അഞ്ജു. കൂട്ടുകാർ പറഞ്ഞിട്ട് അനുസരിച്ച് ശീലിച്ചു പോയി പാവം. ആ പൂട്ടിനെയും കൊണ്ട് ഒരൊറ്റ നിൽപ്പ്. കുഞ്ഞാപ്പ് വേഗം അവളുടെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി അടുത്തുള്ള സെറ്റിൽ ഇരിപ്പുറപ്പിച്ചു. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ആശാൻ സ്വന്തം കാര്യം സേഫാക്കിയേ മറ്റെന്തുള്ളൂ. എന്തോ ക്രിക്കറ്റ് മാച്ച് കാണാനുള്ള രീതിയിലാണ് പുള്ളിയുടെ ഇരിപ്പ്. അത്രയ്ക്കുണ്ട് ആറ്റിറ്റ്യൂഡ്. പ്രിയും ഹിമയും രേവതിയും ലയും സനുവും മറ്റുള്ള പെൺപടകളെല്ലാം ചേർന്ന് അഞ്ജുവിനെ പൊതിഞ്ഞു. കാണിച്ചേരി നിന്റെ ആമുഖം ഒന്ന് നോക്കട്ടെ. അയ്യോ ദേ പ്രിയെ, ചോര തൊട്ടെടുക്കാം. അതെങ്ങനെയാ? അമ്മാതിരി ഉമ്മോക്കല്ലേ എന്റെ ചേട്ട ഉമ്മ വെച്ച്. എന്നാലും എന്റെ പ്രിയെ, ഇങ്ങനെ കുറിച്ചാണോ ഈ ലോകം മുഴുവൻ ഇത്രമാത്രം അപവാദം പറയുന്നത്? പറിച്ചില്ലേട്ട, ഇങ്ങനെന്തോ തീവ്രവാദികളുടെ ബോസാണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ പ്രകടനം? അയ്യോ, ഇമ്രാൻ ഹാഷ്മി മാറി നിൽക്കും. ഹിമ അറഞ്ചം പുറഞ്ച അഞ്ജുവിനെ കൊന്ന് കൊല വിളിച്ചു. അല്ല പെണ്ണുങ്ങളെ, എനിക്കൊരു സംശയം. ലയ മുകളിലേക്ക് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. എന്താടി? പ്രിയ അവളെ തോണ്ടി. അല്ല പ്രിയെ, നിന്റെ ചേട്ടൻ SP യും ഈ നമ്മുടെ ബാങ്ക് ഉദ്യോഗസ്ഥയും നേരത്തെ അവളെ ഡിങ്കോൾഫി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അല്ല, സംശയിക്കുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ? അമ്മാതിരി പെർഫോമൻസ് അല്ലായിരുന്നോ മുകളിലും താഴെയും നടന്ന്? ആദ്യമായിട്ട് കണ്ടുകിട്ടുന്ന ആളുകൾ ചെയ്യുന്ന പണിയൊക്കെയാണ് ഇവർ ചെയ്ത്. മോളെ പ്രിയേ, അണ്ടർഗ്രൗണ്ടിൽ കൂടി ലൈൻ വലി നേരത്തെ നടന്നു കഴിഞ്ഞു. എനിക്ക് തെറ്റുപറ്റില്ല. എന്റെ വീക്ഷണകോണകത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ചില നിഗമനങ്ങളാണ് തെളിയുന്നത്. ലയ പറഞ്ഞു നിർത്തിയത് ഹാളിൽ മുട്ടുസൂചി വീണ കേൾക്കും പാത്തിന് നിശബ്ദം നിറഞ്ഞു. ആ പൂട്ടൻ ടീപ്പോയിൽ വെച്ച ബിസ്ക്കറ്റ് എടുത്ത് നൊട്ടി നുണയുന്നതിന്റെ ശബ്ദം മാത്രം അവിടെ നിറഞ്ഞു. എല്ലാവരുടെയും നോട്ട് അഞ്ജുവിന്റെ നേർക്കായി. അഞ്ജു ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ എല്ലാവരെയും നോക്കി. അവസാനം പ്രിയയുടെ നേർക്ക് ദയനീയ ഭാവത്തിൽ മെഴിനട്ട് നിന്നു. പ്രിയ കണ്ണുകൾ കൂർപ്പിച്ച് അവളെ അടിമുടി നോക്കി. ഫ്രണ്ട്സ്, ഇവളെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പണ്ട് മുതൽക്ക് ഇവൾക്ക് ഏട്ടന് മേലൊരു നോട്ടുണ്ടായിരുന്നു. അങ്ങേരുടെ വീരസാഹസി കഥകൾ കേട്ട് ഇവള് പൊക്കിയ തല ഉള്ളിലേക്ക് വലിച്ച് മിടുക്കിയായി. അത് ഇവര് രണ്ടും ഒത്തുകൊണ്ടുള്ള കളിയാണോ എന്ന് ഇപ്പൊ എനിക്കൊരു സംശയം. അലി തന്നെ പറ. പെങ്ങളായി എന്നോട് തന്നെ മര്യാദക്ക് നേരെ നോക്കിയൊന്നും സംസാരിക്കില്ല. കല്ലിന് കാറ്റ് പിടിച്ച പോലെയുള്ള ചില നേരത്തെ അധ്യാനം നിൽപ്പുണ്ടല്ലോ, അതാണ് സഹിക്കപ്പിളാ. പെണ്ണെന്ന് കേൾക്കുമ്പോൾ തന്നെ വാളും പരിചയം എടുത്തിറങ്ങും. അങ്ങനെയുടെ ദൃഷ്ടിക്ക് പറ്റിയതല്ലെന്ന്. എന്തിന്? എന്നോട് വരെ ചിറ്റമ്മനയാ. അങ്ങനെയുള്ള SP ഹരിഗോവിന്ദ് ഇവളോട് കാണിക്കുന്ന ഈ ശൃംഗാരഭാവം എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. പ്രിയയുടെ വാക്കുകൾ കേട്ട് അഞ്ജു കണ്ണുകൾ മേടിച്ച് നിന്നു. എന്റെ പ്രിയെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിന് പിന്നിലുണ്ടല്ലേ? എന്നാ കൺഫേം തന്നെ ഇവര് തമ്മിൽ എന്തോ ഡിങ്കോട്ടാൽഫിയുണ്ട്. രേവതി തീർത്ത് പറഞ്ഞു. ഇതന്നെയാ എന്റെ അഭിപ്രായം. ബാക്കിയെല്ലാവരും രേവതിയുടെ കൂടെ കട്ടക്ക് നിന്നു. അഞ്ജു ക്ഷീണത്തോടെ സോഫയിലേക്ക് ഊർന്നിരുന്നു. വേണ്ട വേണേ, ഓവർ അഭിനയൊന്നും വേണ്ട. ഓരോന്നായിട്ട് പറഞ്ഞോളൂ. നിങ്ങൾ എങ്ങനെ ഇഷ്ടത്തിലായി? ആരാദ്യം ഇഷ്ടം പറഞ്ഞു? എവിടെയൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ട്? എന്തൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്? ഇതിനെല്ലാം പുറമെ ഇന്ന് ഇവിടെ വെച്ച് നടത്തിയ ഉമ്മ പ്രകടനല്ലേ, അതിന്റെയൊക്കെ തുടക്കം എവിടെ നിന്നായിരുന്നു? ഐ മീൻ യുവർ ഫസ്റ്റ് കിസ്. ഓരോരോ ചോദ്യങ്ങളെ അഞ്ജുവിന്റെ തലയിൽ വട്ടമിട്ട് കറങ്ങി. കൈകൾ രണ്ടും ചുരുട്ടി പിടിച്ച് തലയിലിടിച്ചുകൊണ്ട് അഞ്ജു എല്ലാവരെയും നോക്കി ദേഷ്യപ്പെട്ടു. കഴിഞ്ഞോ നിന്റെയൊക്കെ പ്രകടനം? ഇല്ലെങ്കിൽ ബാക്കി കൂടി പോട്ടെ, എന്നിട്ട് ഞാൻ മറുപടി അറിയാം. ആ കഴിഞ്ഞു, ഇനി നിന്റെ സമയം. പറഞ്ഞു തുടങ്ങിക്കോ. കുത്തും കോമയും ദീർഘം ഒന്നും വിടരുത്. ഇരിക്കടി പെണ്ണുങ്ങളെ, കഥ പറഞ്ഞു കഴിയാൻ ഏതായാലും കുറച്ച് സമയം എടുക്കും. ഹിമ പറഞ്ഞുകൊണ്ട് നിലത്തേക്ക് ചടഞ്ഞിരുന്നു. എന്നാൽ ഞാൻ പോയി വല്ല കുറിക്കാനെടുത്തിട്ട് വരാം. സനു അതും പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടി. ബാക്കിയുള്ള പെൺപടകളെല്ലാം നിലത്തും സോഫയിലും കസേരയിലൊക്കെയായി ഇരിപ്പുറപ്പിച്ചു. ഇതെല്ലാം കണ്ട് കിളി പോയിരിക്കുകയാണ് അഞ്ജുക്കുട്ടി. എന്റെ ഈശ്വര, എല്ലാത്തിനും വട്ടാണല്ലോ. മരുന്നിന് പോലും ഒരെണ്ണില്ല ബോധമുള്ളത്. കണ്ടില്ലേ, മെഗാസ്റ്റാറിന്റെ സിനിമയിലേക്ക് ഫസ്റ്റ് ഷോക്ക് ഇരിക്കുന്ന പോലെയല്ലേ കുത്തിയിരിക്കുന്നത്. ഹേവളമാർക്കൊന്നും വീടും കൂടിയൊന്നും ഇല്ലേ? ശല്യങ്ങൾ. ഒരു പെണ്ണ് കാണലാണെന്ന് പറഞ്ഞ് കുട്ടിയും പറിച്ച് വന്നിരിക്കുക. നിനക്കൊക്കെ നല്ല കഥ ഞാൻ പറഞ്ഞുതരാം, കേട്ടിരുന്നു. അഞ്ജു മനസ്സിൽ പറഞ്ഞു. സന വന്നതും പ്രിയ ഓർഡർ ഇട്ടു. ആ ഇനി കഥ തുടങ്ങട്ടെ. കഥയല്ലേ, ഇപ്പൊ പറഞ്ഞുതരാം. അതായത് ഞാനും എൻ്റെ ഹരിയേട്ടനും അഗാധമായിട്ടുള്ള പ്രണയത്തിലാണ്. അത് ഇന്നൊന്നിലൊന്നും തുടങ്ങിയതല്ല, വർഷങ്ങളുടെ പഴക്കമുണ്ട് അതിന്. ഞങ്ങളുടെ പ്രേമം അത്രയ്ക്കും സീക്രട്ടായിരുന്നു. അതുകൊണ്ട് ആരും അറിയാതെ പോയത്. പ്രണയിക്കുക മാത്രമല്ല കേട്ടോ, ഞങ്ങൾ കെട്ടുകയും ചെയ്തു. കെട്ടുക മാത്രമല്ല, ഞങ്ങൾക്ക് പിള്ളേരുണ്ടായി 3 പേര്. മൂന്നാമത്തെ കുട്ടിയുടെ പേര് ടിൻഡു മോള്. പിള്ളേരെ ഞങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് അവരെയും കൂടെ കൂട്ടി സന്തോഷമായിട്ട് ജീവിക്കണം, അതാ ആഗ്രഹം. അതിന് നിങ്ങളുടെ അനുഗ്രഹം വേണം. എന്താ, തരില്ലേ? പറയൂ, തരില്ലേ? അഞ്ജുവിന്റെ നാടകീയമായ വിവരണം കേട്ട് പെൺപിള്ളേരെല്ലാം വിജൃംഭിച്ച് നിന്നു. മിണ്ടാ നിൽക്കുന്ന ലവളുമാരെ കണ്ട് അഞ്ജു ചിരിയമർത്തി. പിന്നെ എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി വരുത്തി വെച്ച് ഗൗരവത്തിൽ അവരോട് ചോദിച്ചു,
എന്താ കഥ കേട്ടിട്ട് എങ്ങനെയുണ്ട്? ഹിറ്റാണോ? സൂപ്പർ ഹിറ്റാണോ? മെഗാ ഹിറ്റാണോ? എന്താണ്? പെൺപിള്ളേർ പരസ്പരം നോക്കി. എന്താടി നിന്റെയൊക്കെ മിണ്ടാട്ടം മുട്ടിയോ? ഇതൊന്നും ആയിരുന്നില്ലല്ലോ കുറച്ചു മുന്നേ. എന്തായിരുന്നു പ്രസംഗം? എത്ര വർഷമായി ദുഷ്ടങ്ങൾ നമ്മൾ ഒന്നിച്ച് കൂടിയിട്ട്. എന്റെ ഏതെങ്കിലും ഒരു കാര്യം നീ ഒന്നും അറിയാതിരുന്നിട്ടുണ്ടോ? എന്തിന് പുതിയൊരു ഡ്രസ്സ് വാങ്ങിച്ചാൽ നിന്നെ ഒന്ന് കാണിക്കാൻ ഞാനൊന്ന് ഇട്ട് നോക്കിയിട്ട് കൂടിയില്ല. എന്നെയാ നിങ്ങള്? ഗീതു ദുഃഖഭാരത്തോടെ പറഞ്ഞുകൊണ്ട് കണ്ണുനീരൊപ്പി. പിന്നെ ഇടം കണ്ടിട്ട് അവൾ അവരെ നോക്കി. പെണ്ണുങ്ങൾക്ക് എന്തോ ഒരു കുറ്റബോധം വന്ന ലൈനാണ്. അഞ്ചു ഉള്ളിൽ ചിരിച്ച്. അയ്യടി മനമേ, നിന്നെയൊക്കെ തൂക്കി വിറ്റ് ഉറപ്പിക്കാൻ എന്റെ കയ്യിലുണ്ട് മക്കളെ. എന്നോടാ കളി. അഞ്ചു, അത് പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വെറുതെ ഒരു സംശയം, അത്രയേ ഉള്ളൂ. പിന്നെ നിന്നോട് പറഞ്ഞ് അതെല്ലാം കയ്യിൽ നിന്നിട്ടാ. നിനക്കറിയില്ലേ നമ്മളെല്ലാം ഒന്നാണെന്ന്? നമ്മൾ നിന്നെ ഒന്ന് കളിയാക്കാൻ ചോദിച്ചതാ. ലയാണ്. ചെറിയൊരു വല്ലായ്മ അവളുടെ മുഖത്തുണ്ട്. അപ്പൊ സത്യത്തിലൂടെ നടന്നെന്താ? പ്രിയയുടെ സംശയം മാറുന്നില്ല. അഞ്ചു കൈമലർത്തി. അല്ല അപ്പോ വല്ല കൊഴുക്കൂട്ട. എന്റെ പ്രിയെ, നിന്റെ ചേട്ടൻ പോലീസിന്റെ മേലെ ഏതോ മൂത്ത സാധനം കയറി കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാ അങ്ങോട്ട് കിളി പോയി കിടക്കുക അല്ലേ അഞ്ചു? കീർത്തിയാണ്. ഏകദേശം. അതായത് നമ്മുടെ ഈ സുന്ദരി കുട്ടി ആ ഋഷിശൃംഗന്റെ മനസ്സൊന്ന് പിടിച്ച് കുലുക്കിയെന്ന് സന പറഞ്ഞതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഇന്ന് ഒരു നാണം വന്ന് മൂടുന്നതായ അഞ്ജുവിന് തോന്നി. എന്തായാലും മക്കളെ, നമുക്കിത് അടിച്ചു പൊളിക്കണം. കെട്ടാൻ നിന്ന രണ്ട് മഹനീയ വ്യക്തിത്വങ്ങൾ ഒന്നിച്ചേർന്ന അസുലഭ നിമിഷം. അയ്യവ, ഇതിൽ ഏറ്റവും പൊളിക്കാൻ പോകുന്ന ഞാൻ. എനിക്ക് വയ്യ. പ്രിയ നിലത്തേടന്ന് ഉരുണ്ടു പറഞ്ഞു. ഞങ്ങളും എല്ലാം കൂടി ചേർന്നൊരു മേളമായിരുന്നു, കല്യാണമേളം. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. 1 മാസവും 12 ദിവസവും. SP ഹരിഗോവിന്ദ് IPS അഞ്ജലി ശങ്കറിന്റെയും വിവാഹത്തിന് അഞ്ജുവിന്റെ വീട് യുദ്ധകാലാടിസ്ഥാനത്തിൽ മോടി പിടിപ്പിച്ചൊരുക്കി. ഡ്രസ്സ് എടുക്കാനോ ഓർണമെന്റ്സ് എടുക്കാനോ എല്ലാത്തിനും മുമ്പിൽ നിന്ന് ലക്ഷ്മിയായിരുന്നു. പെൺപടകൾ ഷിഫ്റ്റ് വെച്ചാണ് കല്യാണ വീട്ടിൽ നിന്നിരുന്നത്. അല്ല, നമ്മുടെ നവോദിന് പേടിയുടെ അസ്കിത കുറച്ചുള്ള ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ ഉള്ളിലും പുറത്തും ധൈര്യം കൊടുത്തുകൊണ്ട് എല്ലാവരും അവിടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ തന്നെ സൗന്ദര്യ സംരക്ഷണ പൊടിക്കൈകളും മുറ പോലെ നടന്നു. വിവാഹത്തിന് 4 ദിവസം മുന്നേ മാത്രമാണ് അഞ്ജുവിന് ലീവ് കിട്ടിയത്. ഇതിനിടയിൽ യാദൃശ്ചികമായിട്ട് ഒരിക്കൽ മാത്രമാണ് നമ്മുടെ പോലീസിനെ അഞ്ജു കണ്ടത്. അതും അത്ര നല്ല കോലത്തിലായിരുന്നില്ല. സ്കൂൾ പരിസരത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയ ഒരു ന്യൂജൻ ചെക്കന് നടു റോട്ടിലിട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന കാഴ്ചയായിരുന്നു അത്. അവന് കൊടുക്കുന്ന ഓരോ ഇടിയും വായിൽ നിന്ന് വരുന്ന ഓരോ തെറിയും അഞ്ജുവിനെ ഒന്നുകൂടി പേടിപ്പെടുത്തി. എന്റെ പടച്ചോനെ, നീ തന്നെ എന്നെ കാത്തോണേ. ഇങ്ങേരുടെ കൂടെയുള്ള ജീവിതം ഹെവി റിസ്കാ. ബോധമില്ലാതെ വല്ല അറക്കത്തിൽ എന്നെ പിടിച്ചിടിക്കുമോ എന്തോ. എന്നെ നീ തന്നെ കാക്കണം. കൂട്ടിന് കർത്താവിനെയും ശിവനെയും ഭൂതഗണങ്ങളെയും ഒക്കെ വിളിച്ചോളൂ, നോ പ്രോബ്ലം. ഇതിനിടയിൽ വീണ്ടും ലെവളുമാർ പണിയുമായിട്ടെത്തി. സേവ് ദി ഡേറ്റ്. AI ഫോട്ടോയേക്കാളും ക്ലാരിറ്റിയിൽ ഉമ്മോക്കാന്നായിരുന്നു പെണ്ണുങ്ങളുടെ കണ്ടുപിടുത്തം. പക്ഷേ SP അതറിഞ്ഞപ്പോൾ ചീറ്റിപ്പോയി എന്ന് മാത്രം. ഉമ്മോക്കുന്നോ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഇനി സ്വന്തമായിട്ട് കൈ കെട്ടി ബോധിച്ചിട്ടാണെന്ന് അങ്ങേര് അന്ത്യശാസനം നൽകി. എങ്കിലും വിവാഹത്തിന് 2 ദിവസം മുമ്പ് ക്ഷേത്രത്തിൽ പോയി കുളപ്പടവിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് അത് പോസ്റ്റ് ചെയ്തോളം എല്ലാവരോടും പറയുകയും ചെയ്തു. അങ്ങനെ കാത്തിരുന്ന ദിവസമാണിന്ന് AI നടത്തുന്ന കല്യാണം. ലളിതമായി ആലോചിച്ചു തുടങ്ങിയത് ആലോചന അവസാനിച്ചപ്പോൾ വലിയൊരു ഉത്സവമായി മാറി. വീട്ടുകാരും കുടുംബക്കാരും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാം ചേർന്ന് ഒരു വലിയ മാമാങ്കത്തിനുള്ള ആളുണ്ടായിരുന്നു. സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന അഞ്ജുവിന്റെ അരികിൽ പെൺപടകളെല്ലാം ഉണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. എന്റെ കൊച്ചുങ്ങളെ, നിങ്ങൾ ഇത്തിരി ശ്വാസം കൊടുക്കുക അവൾക്ക്. മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയേണ്ട താലവുമായി ലക്ഷ്മി കടന്നു വന്നു. വീടിനടുത്ത് തന്നെയുള്ള കൺവെൻഷൻ സെന്ററിലാണ് കല്യാണം നടക്കുന്നത്. വീട്ടിൽ തന്നെയാണ് ഒരുക്കമെല്ലാം. ലക്ഷ്മിയെ കണ്ട് അഞ്ജുവിന്റെ മിഴികൾ വിടുന്നു. അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ മുമ്പിൽ നിറഞ്ഞേൽക്കുന്ന അഞ്ജുവിനെ കണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പയുടെ കുട്ടി ഒത്തിരി സുന്ദരിയായിട്ടുണ്ട്. എന്റെ കണ്ണ് തന്നെ പിടില്ലോ എന്റെ ദേവി. അവർ മിഴിത്തുമ്പിൽ നിന്ന് അല്പം മഷി തോണ്ടി അവളുടെ ചെവി പുറകിൽ പതിപ്പിച്ചു. അപ്പേ, അമ്മയച്ഛനെവിടെ? എനിക്ക് അപ്പൂട്ടിനെ ഒന്ന് കാണണം. എന്റെ കുഞ്ഞെ, അവരെല്ലാം അവിടെ തന്നെയുണ്ട്. ആളുകളെല്ലാം സ്വീകരിക്കണ്ടേ? നീ വിഷമിക്കാണ്ട്. എന്തിനും പോകുന്ന കൂട്ടുകാരല്ലേ നിന്റെ ചുറ്റിനും. പിന്നെന്ത് പേടിക്കാൻ? എന്റെ ലക്ഷ്മി ആന്റി, ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ട് ഇവിടെ മണ്ടക്കകത്ത് കയറണ്ടേ? ആകെയുള്ളൊരു ദിവസമാണ് ലൈഫിൽ. ഇത് എൻജോയ് ചെയ്തില്ലേ പിന്നെ എന്ത് ചെയ്തിട്ടും വലിയ കാര്യമുണ്ടോ? സന അഞ്ജുവിന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ കൂടി പ്രിയ വിളിച്ചതേ ഉള്ളൂ. അവൾക്ക് ഇവിടെ കാര്യത്തൊരു സമാധാനമില്ല. പക്ഷെ എനിക്ക് അവിടെ പോലീസ് ഉണ്ടല്ലോ. 4 കാലിൽ തുള്ളി നടക്കുന്നെന്നാ പ്രിയയുടെ റിപ്പോർട്ട്. ഹിമ കൂട്ടിച്ചേർത്തു. എന്തായാലും ഞാനങ്ങ് ചെല്ലട്ടെ. വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇവിടെയും കൂട്ടി വന്നേക്കണം, കേട്ടല്ലോ? അവരെല്ലാവരോടുമായി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അഞ്ജു വീണ്ടും ടെൻഷനോടെ കസേരയിലേക്ക് ഇരുന്നു. എന്താടി, നിനക്ക് മുള്ളാമുട്ടുന്നുണ്ടോ? അതോ വെള്ളം കുടിക്കണോ? അല്ലെങ്കിൽ ഒരു സിഗരറ്റ് കത്തിച്ചേരട്ടെ, മറ്റേ നസ്രി ചെയ്തപോലെ. അല്ലെങ്കിൽ SP വിളിച്ചു പറയടി, വിളിച്ചോടാ. ലയ കളിയോടെ പറഞ്ഞു. ദേ അലവരാതി, ഒരുമാതിരി മറ്റേ വർത്താനം പറയുന്നത്. 2 മാസം കഴിഞ്ഞ് നീ എൻ്റെ അവസ്ഥയിൽ ഇരിക്കണം എന്നൊരു ഓർമ്മ ഇടക്ക് വേണം കേട്ടോ. അഞ്ജു ലയെ നോക്കി പല്ലുകടിച്ചു. ഓർമ്മിച്ചോളാമേ, എന്തായാലും നിന്റെ അത്ര പേടിയൊന്നും എനിക്കില്ല. എൻ്റെ രാഹുലേട്ടനെ നല്ല ഫ്രണ്ട്ലിയാ, ലയ പറഞ്ഞുകൊണ്ട് നാണിച്ചു. എക്സ്പ്രഷൻ ഇട്ട് വെറുപ്പിക്കാതെ എൻ്റെ ലയെ. സന കൈ ചുരുട്ടി അവിടെ പുറത്തുനിന്ന് കൊടുത്തു. വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞ് വധുവിനെ മണ്ഡപത്തിലേക്ക് ക്ഷണിക്കാൻ.
താലപ്പൊലിയെടുത്ത കൂട്ടുകാരുടെ ഇടയിലൂടെ അച്ഛനോട് ചേർന്ന് അഞ്ചു നടന്നു. നിറഞ്ഞ സദസ്സിന്റെ കണ്ണുകളെല്ലാം അവളുടെ നേർക്കായിരുന്നു. അത്രയ്ക്ക് ഭംഗിയായിരുന്നു അവളെ കാണാൻ. മണ്ഡപത്തിൽ ഒരുവൻ അവളെ കണ്ണിമയ്ക്കാതെ നോയിക്കൊണ്ടിരുന്നു. പതിഞ്ഞ കാലടികളോട് അവളുടെ നടത്തം, രക്തച്ചുവപ്പാർന്ന പട്ടുസാരിയും വളരെ കുറഞ്ഞ അളവിലുള്ള ആഭരണങ്ങളും, തലനിറഞ്ഞ മുല്ലപ്പൂവിന്റെ അലങ്കാരം. മൂക്കിൻ തുമ്പിൽ ഒറ്റക്കല്ലിന് കാന്തി ഏറെയായിരുന്നു. ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി ഒളിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും പേടിയുണ്ടെന്ന് എടുത്തു കാണിക്കുന്ന വിധം പതറുന്നുണ്ട് മിഴികൾ. അവന്റെ ഹൃദയം ആർദ്രമായി. വളരെ പെട്ടെന്ന് തന്നെ ആത്മാവിന്റെ ഭാഗമായവൾ ഇന്ന് താലിച്ചരണിന്റെ ബലത്തിൽ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നു. 7 ജന്മത്തിലേക്കും വേണ്ടി. ഉള്ളിൽ നിറയുന്ന ചെറിയൊരു പരിഭ്രമത്തോടെ അഞ്ചു ഹരിയുടെ അരിയിലായിരുന്നു. തോളുകൾ തമ്മിൽ ഉരസിയപ്പോൾ പരിഭ്രമത്തിന്റെ തോത് കൂടിയോ. പെട്ടെന്നാണ് കൈവിരലുകളിൽ ഒരു സ്പർശനം അറിഞ്ഞ് അവൾ മുഖം തെല്ലി ഉയർത്തി അവരെ നോക്കി. ഇരുകണ്ണുകൾ അമർത്തി സമാധാനിപ്പിക്കുന്നുണ്ട്. വിരലുകളിൽ വിരൽ കോർത്ത് പിടിച്ചിരിക്കുന്നു. എന്റെ കുഞ്ഞു, ഇങ്ങനെ പേടിക്കില്ലേ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. താൻ ടെൻഷൻ അടിച്ച് കൊള്ളാക്കരുത്. ഞാനല്ലേ. ചെറുവിരൽ പിടിച്ച് മെല്ലിയൊന്ന് അമർത്തി വിട്ടു. എന്തോ ഒരു ആശ്വാസം തന്നിലേക്ക് ഇരച്ചെത്തുന്നത് അവൾ അറിഞ്ഞു. അവളുടെ പുഞ്ചിരി ഒന്നുകൂടെ തെളിഞ്ഞു കത്തി. മാധവൻ കൊടുത്ത മംഗല്യത്താലി പ്രാർത്ഥനയോടെ ഹരി അഞ്ജുവിന്റെ കഴുത്തിൽ കെട്ടി. കൂപ്പ് കൈകളോട് അവൾ അത് ഏറ്റുവാങ്ങി. നെറുകയിൽ പതിഞ്ഞ സിന്ദൂര ചുവപ്പ് അവളെ ഭാര്യയാക്കി മാറ്റി. പെട്ടെന്നാണ് കവിളിലും ഒരു തണുപ്പറിഞ്ഞത്. കൈകൊട്ടലും കൂക്കുവിളികളും സദസ്സിന്റെ നാനാഭാഗത്തുനിന്ന് ഉയർന്നു. ഈശ്വര, SP വീണ്ടും തുടങ്ങി. മനസ്സിലായില്ലേ പിള്ളേരെ? അങ്ങനെ വീണ്ടും കിസ്സടിച്ചു എന്ന്. ഭാഗ്യം പത്രക്കാരോ കൊളീഗ്സോ സുപ്പീരിയേഴ്സോ ഒന്നും ഇല്ലാത്ത. ഇല്ലെങ്കിൽ നാളെ പത്രത്തിൽ വെണ്ടക്കാക്ഷത്തിൽ SP ഉമ്മക്കഥ വന്നേനെ. അഞ്ചു കവളിൽ കൈത്തലം ചേർത്തു. ഹരിയെ നോക്കിയപ്പോൾ കണ്ണുകളിൽ പ്രണയവും ചുണ്ടുകളിൽ കുസൃതി നിറച്ചു നിൽക്കുകയാണ് കക്ഷി. ആളതിനെ കോർപ്പിച്ച് നോക്കി. പകരമായി ഒറ്റക്കണ്ണിറുക്കി കാണിക്കുന്നുണ്ട് ആള്. അഞ്ജുവിന്റെ വീടും ഹരിയുടെ വീടും തമ്മിൽ ഏതാണ് 5-6 കിലോമീറ്റർ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വികാര നിർഭരമായ യാത്രയോധികളൊന്നും ഉണ്ടായില്ല. എങ്കിലും അപ്പൂട്ടനെ കെട്ടിപ്പിടിച്ച് അഞ്ച് കരഞ്ഞു. അപ്പൂട്ട, അച്ഛൻ കൊണ്ടുവരുന്നല്ലേ എനിക്കും കൂടി വെച്ചേക്കണേ. ചേച്ചി എന്നും വരാം മോനെ കാണാൻ കേട്ടോ. അഞ്ചു അപ്പൂട്ടന്റെ കുഞ്ഞിക്കവളിൽ നെറ്റിലൊക്കെ തെരിതെരെ ഉമ്മ വെച്ചു. ശങ്കർദേവിന്റെ കയ്യിൽ നിന്ന് ഹരി അപ്പൂട്ടനെ എടുത്തു. കുഞ്ഞളിയോ, ഒത്തിരി നന്ദിയുണ്ട്. ഇയാള് കാരണം എനിക്കൊരു പൊട്ടിത്തെറിച്ച പെണ്ണിനെ കിട്ടി. നീ നോയിക്കോടാ. ഇതിനു പകരം നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ നേടിത്തന്നുകൊണ്ട് ഞാൻ വീണ്ടും എന്റെ കടപ്പാട് തെളിയിക്കും. ഇതെന്റെ ഉറപ്പാ. ഹരി അപ്പൂട്ടന്റെ ചെവിയിൽ പറഞ്ഞു. എന്തോ മനസ്സിലായതുപോലെ അപ്പൂട്ടൻ ചിരിച്ചുകൊണ്ട് ഹരിയുടെ കഴുത്തോരം ചുറ്റിപ്പിടിച്ചു. അടങ്ങി നിൽക്കുവണ്ണേ, അടങ്ങി നിൽക്കുവണ്ണേ. ആദ്യ രാത്രി എന്ന ചടങ്ങിലേക്ക് അഞ്ജുവിനെ ഒരുക്കിയാണ് നാത്തൂൻ പ്രിയ. സെറ്റ് സാരി ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട്. മുടിയഴിച്ച് കുളിപ്പിന്നൽ കെട്ടി മുല്ലപ്പൂവും ചൂടിയിട്ടുണ്ട്. കണ്ണുകളിൽ കരിമഷിയും നെറ്റിയിലൊരു പൊട്ടും സീമന്തരേഖ ചുവന്ന് കിടക്കുന്നു. ആഭരണങ്ങളായി കാതിലെ ജിമിക്കിയും താലിമാലയും മാത്രമേ ഉള്ളൂ. കൈകളിൽ ഓരോ വളകളും. സുന്ദരിയായിട്ടുണ്ട്. ഇന്ന് എന്റെ ചേട്ടൻ മൂക്കും കുത്തി വീഴും. എന്റെ ഈശ്വര, എന്റെ കൊച്ചിനെ നീ കാത്തോണേ. ഇവളെ ഒരു കേടുപാടും പറ്റാതെ ഇങ്ങനെ തന്നെ തിരിച്ചരണേ. ആസ്ഥാനത്തുള്ള പ്രിയയുടെ പ്രാർത്ഥന കേട്ട് അഞ്ചു കണ്ണുമിഴിച്ചു. ഒന്നും മിണ്ടാതിരിടി, അലി തന്നെ മനുഷ്യനോട് വരച്ച് ചാവനായി. നിന്നോടൊക്കെ ദൈവം ചോദിക്കും. അഞ്ചു കണ്ണുരുട്ടി പറഞ്ഞു. ടേബിളിരിക്കുന്ന ഫോണിൽ വീഡിയോ കോളിൽ മിക്കതുമുണ്ട്. എല്ലാത്തിന്റെയും മുഖത്ത് അർത്ഥം വെച്ച പുഞ്ചിരികളും കാണാം. അപ്പൊ അഞ്ചു മോളെ ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. എല്ലാവരും കോറസായി പാട്ടുപാടി. പൊടി ശവങ്ങളെ. അഞ്ചു ഫോണിന് നേരെ കയ്യോങ്ങി. പാൽ ഗ്ലാസുമായി ഹരിയുടെ ഡോറിൽ വിളിക്കുകയാണ് അഞ്ചു. കൂടെ പ്രിയമുണ്ട്. അവൾ പ്രിയെ ദയനീയമായി നോക്കി. പേടിക്കേണ്ട പെണ്ണെ, ഏട്ടൻ നിന്നെ ഇഷ്ടമാണെന്ന് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് മനസ്സിലായതാ. നിന്നെ കരയിക്കാതെ നോക്കും, അതെനിക്ക് ഉറപ്പാ. ചെല്ലി, ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടമാണ് ആരംഭിക്കുന്നത്. കൂടുതലൊന്നും വിശദീകരിക്കാൻ എനിക്ക് അറിയില്ല മോളെ. അതുകൊണ്ട് എന്റെ കൊച്ചു ചെല്ലി. എന്നിട്ട് നാളെ എല്ലാ കാര്യം വിശദമായിട്ട് പറഞ്ഞു തരണം കേട്ടല്ലോ. പ്രിയ നാണം കൊണ്ട് കളം വരച്ചു. അയ്യോ, അത് വല്ലാണ്ട് ബുദ്ധിമുട്ടാവും. ഇല്ല പെണ്ണെ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിനക്കല്ല, എനിക്ക്. പോയി കിടക്കടി, ആള് ഫസ്റ്റ് നൈറ്റ് കഥ അറിയാൻ കാത്തിരിക്കുന്നു. അഞ്ചു പറഞ്ഞുകൊണ്ട് കൈ ഓങ്ങിയതും പ്രിയ ചിരിയോടെ താഴേക്ക് ഓടി. ഉള്ള ധൈര്യം സംഭരിച്ച് അഞ്ചു വാതിൽ മെല്ലെ കൊട്ടി. പിന്നെ ഹാൻഡിൽ പിടിച്ച് തുറന്ന് അകത്തേക്ക് കയറി. കട്ടിലായി ചാരിയൊന്ന് ലാപ്പിലെന്തോ ചെയ്യുകയായിരുന്നു ഹരി. ആളെനിക്കം കേട്ട് അവൻ തലയുയർത്തി. മുന്നിൽ മുഖം കുനിച്ച് നിൽക്കുകയാണ് അഞ്ചു. ഹരി ചെറു ചിരിയോടെ ലാപ്ടോപ്പ് മടക്കി ടേബിളിൽ വെച്ചു. പിന്നെ തിരിഞ്ഞ് ഡോർ ലോക്ക് ചെയ്ത് അഞ്ജുവിന് അടുത്തേക്ക് നടന്നു. കയ്യിലിരുന്ന് പാൽ ഗ്ലാസ് വാങ്ങി അവളോട് ചുണ്ടോട് അടുപ്പിച്ചു. ഞെട്ടലോടെ മിഴികൾ ഉയർത്തി അവളോട് മിഴികൾ കൊണ്ട് തന്നെ അത് കുടിക്കാൻ പറഞ്ഞു. അല്പം കുടിച്ചതും മതിയെന്ന അർത്ഥത്തിൽ അവൾ തലയറിപ്പിച്ചു. ഗ്ലാസ് അവളിൽ നിന്ന് മാറ്റി അതിൽ നിന്ന് ഒരൽപ്പം കുടിച്ച് ടേബിളിലേക്ക് വെച്ചു. കുഞ്ഞു. അഞ്ജു നിശബ്ദയായി തന്നെ നിലകൊണ്ടു. കുഞ്ഞു. ഹരി വീണ്ടും വിളിച്ചു. അഞ്ജു മെല്ലെ മുഖമുയർത്തി. പേടിയാണോടാ എന്നെ? അവൻ ചോദിച്ചു. അവളിൽ നിന്ന് തലയറിപ്പിച്ചു. അവന്റെ മിഴികൾ വിടർന്നു വന്നു. അവളുടെ കൈ പിടിച്ച് ശരീരത്തിലേക്ക് അടുപ്പിച്ച് ഇരുകൈകളും തോളിൽ ചേർത്ത് നെഞ്ചിലേക്ക് വരിഞ്ഞു മുറുക്കി. കുഞ്ഞു, ഐ ലവ് യു. ഞാൻ നിന്നെ പ്രണയിക്കുന്നു, മറ്റെന്തിനേക്കാളും. അവന്റെ നേർത്ത ശബ്ദം അവളിൽ കുളിരി നിറച്ചു. നെറ്റിയിൽ ചൂട് ശ്വാസത്തോടൊപ്പം ചുണ്ടുകളും പതിഞ്ഞു. അവളുടെ മിഴികൾ അടങ്ങി. പ്രണയത്തിന്റെ നറു ചുംബനം.
എക്കാലത്തേക്കും വേണ്ടി ഇനി അവർ ജീവിക്കട്ടെ. പ്രണയപർവ്വങ്ങൾ താണ്ടി ആത്മാവിനാൽ ബന്ധിച്ച് ഒന്നു ചേർന്ന്